കുന്നംകുളം നഗരത്തിൽ ഏറെ തിരക്കുള്ള പട്ടാമ്പി റോഡിന് അഭിമുഖമായി ഏറെക്കാലമായി ഉപയോഗശൂന്യമായി അപകടാവസ്ഥയിൽ കിടക്കുന്ന കെട്ടിടം പൊളിച്ചു മാറ്റുവാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൗൺസിലർ ലബീബ് ഹസൻ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകി. തൃശൂർ സ്വദേശി ചുങ്കത്ത് പരേതനായ സ്റ്റാൻലി മകൻ ജോസഫ് സ്റ്റാൻലി ചുങ്കത്തിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് ഈ കെട്ടിടം. കുറച്ചുനാളുകൾക്ക് മുൻപ് കെട്ടിടത്തിന്റെ മുൻവശം പൊളിഞ്ഞു വീഴുകയും വഴിയാത്രക്കാർക്ക് അപകട ഭീഷണി ഉണ്ടാവുകയും ചെയ്തപ്പോൾ നഗരസഭാ എഞ്ചിനീയറിംഗ് വിഭാഗം കെട്ടിടത്തിന്റെ മുൻവശം മാത്രം പൊളിച്ചു മാറ്റിയിരുന്നു. നിലവിൽ കെട്ടിടം പൂർണ്ണമായും അപകടാവസ്ഥയിലാണ്. തൊട്ടടുത്ത കെട്ടിടത്തിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന കൂറ്റൻ പരസ്യ ബോർഡ് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിൽ ഈ കെട്ടിടത്തിന്റെ മുകളിലേക്ക് വീഴുകയും ഭാരമേറിയ ഇരുമ്പ് ഫ്രെയിമുകൾ ഉൾപ്പെടെയുള്ളവ യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെ കഴിഞ്ഞ 2 ദിവസത്തെ പൊതു അവധി ദിനങ്ങളിൽ പരസ്യ ബോർഡ് സ്ഥാപിച്ച സ്വകാര്യ കമ്പനിയുടെ ജീവനക്കാർ അപകടാവസ്ഥയിലുള്ള കെട്ടിടത്തിന്റെ മുകളിൽ കയറി നീക്കം ചെയ്തിരുന്നു. മേൽക്കൂര പൂർണ്ണമായും ഇല്ലാത്ത അവസ്ഥയിലുള്ള കെട്ടിടത്തിന്റെ ഏറെ കാലപ്പഴക്കമുള്ള ചുമരുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ കനത്ത മഴയിൽ വെള്ളമിറങ്ങി കുതിർന്ന നിലയിലാണ്. ഇതിനു മുകളിൽ നിന്നാണ് സ്വകാര്യ പരസ്യ ബോർഡ് കമ്പനിയുടെ തൊഴിലാളികൾ പണിയെടുത്തിരുന്നത്. അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് കെട്ടിട ഉടമയ്ക്ക് നഗരസഭ നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഗൗരവകരമായ ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഉടമ തയ്യാറാകാത്ത സാഹചര്യത്തിൽ നഗരസഭ നേരിട്ട് കെട്ടിടം പൊളിച്ചുമാറ്റി ഉടമയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് ലബീബ് ഹസൻ ആവശ്യപ്പെട്ടു. കുന്നംകുളം പട്ടാമ്പി റോഡിലുള്ള കെട്ടിടം അപകടാവസ്ഥയിലായിട്ട് ദീർഘകാലമായി. വർഷങ്ങൾക്ക് മുമ്പ് നഗരസഭയിൽ നിന്ന് കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് എഞ്ചിനീയറിംഗ് വിഭാഗം കണ്ടെത്തിയതിനെ തുടർന്ന് ഉടമയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളതാണ്, കെട്ടിടം പൊളിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ യാതൊരു വിധത്തിലുള്ള നടപടികളും ഉടമ കൈക്കൊള്ളുന്നില്ല എന്നുള്ള പക്ഷം നഗരസഭയ്ക്ക് അത് പൊളിച്ചു മാറ്റാനുള്ള നിയമപരമായ സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് അപകടകരമായ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനൊക്കെ നിയമപരമായ സാധ്യതകളുണ്ട്. അത് നഗരസഭ ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ആക്ഷേപം. ഒരു അപകടം ഉണ്ടാകുന്നത് വരെ കാത്തു നിൽക്കാതെ അപകടം വരുന്നതിന് മുമ്പ്, കനത്ത മഴയ്ക്ക് മുമ്പ് ഈ കെട്ടിടം പൊളിച്ചു മാറ്റാനുള്ള നടപടികൾ എടുക്കണം എന്നുള്ളതാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. മറ്റ് നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജില്ലാ കളക്ടർക്ക് പുറമെ നഗരസഭാ ചെയർപേഴ്സൺ, തഹസിൽദാർ, നഗരസഭാ സെക്രട്ടറി എന്നിവർക്കും വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാക്കി നിവേദനം നൽകിയിട്ടുണ്ട്. റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് സ്ഥലമേറ്റെടുക്കൽ സമയത്ത് കെട്ടിട ഉടമയെ സഹായിക്കുന്നതിനാണ് അപകടാവസ്ഥയിലുള്ള കെട്ടിടം പൊളിച്ചുമാറ്റാൻ നഗരസഭയ്ക്ക് അധികാരങ്ങളുണ്ടായിട്ടും അതിന് തയ്യാറാകാത്തതെന്ന് പരാതിക്കാരൻ കുറ്റപ്പെടുത്തി.